വ്യോമ പോരാളികളായിട്ടുള്ള 2000 പേരെ കൂടെ ഈ പശ്ചിമേഷ്യയിലേക്ക് അയക്കാനായിട്ട് പെന്റഗനോട് ഉത്തരവിട്ടിട്ടുണ്ട്. പെന്റഗൻ അയക്കുകയാണ്. അപ്പോൾ യുദ്ധം ഒരു തരത്തിലും അവസാനിക്കുന്നില്ല. ചർച്ച നടത്തുന്നു. ചർച്ചയ്ക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും മാർക്കോ റൂബിയെയും ചുമതലപ്പെടുത്തിയെന്ന് ട്രംപ് പറയുമ്പോഴും ആരുമായി ചർച്ച നടത്തുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം ഇറാന്റെ ഭരണകൂടവുമായി ചർച്ച നടക്കാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അപ്പൊ അത് പ്രശ്നപരിഹാരം അകലുന്നു എന്നതാണ്. ആകെയുള്ള ഒരു ആശ്വാസം ഈ കുറച്ച് ദിവസത്തേക്ക് ഈ യുദ്ധം നിർത്തിവെക്കുകയല്ല, ഇത് ട്രംപിന്റെ പ്രഖ്യാപനം, വലിയ തോതിലുള്ള ആക്രമണം നടത്തുമെന്ന് പറഞ്ഞ ആ ട്രംപിന്റെ പ്രഖ്യാപനം നിർത്തിവെച്ചത് വഴി ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയ തകർച്ചയിൽ നിന്ന് ഓഹരി വിപണികളും ഒക്കെ അല്പം ഒന്ന് കരകയറുന്നുണ്ട്. അതൊഴിച്ചാൽ വലിയ പ്രതിസന്ധി, ഒരുപക്ഷെ ഒരു 70-കൾക്ക് ശേഷം ലോകം കണ്ട വലിയ പ്രതിസന്ധികളിലേക്കാണ് പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ മറ്റു തലത്തിലുള്ള 80,000-ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായിട്ടാണ് അവിടെ റെഡ് ക്രസന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനില് എന്ന് പറഞ്ഞാൽ അത്രയേറെ നാശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഇറാൻ മറ്റു പലയിടത്തോട്ടും ആക്രമിക്കുന്നു. ഇറാന്റെ ഊർജ കേന്ദ്രങ്ങളിലടക്കം ഇസ്രയേല് ബോംബാക്രമണങ്ങൾ നടത്തുന്നുണ്ട്, മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. തിരിച്ചും പരമാവധി ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഭൂരിപക്ഷം 90% അല്ല കൂടുതലും ഡ്രോണുകളും മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്ത് തകർക്കാനായിട്ട് കുവൈറ്റ്, UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ എവിടെയൊക്കെ പതിക്കുന്നുണ്ട്. ഇന്നലെയും ഇന്ന് കുവൈറ്റിലെ വിമാനത്താവളത്തിനടുത്ത് ഡ്രോൺ വീണിട്ടുണ്ട്. പക്ഷെ ആർക്കും അപകടം ഉണ്ടായിട്ടില്ല, മരണം ഉണ്ടായിട്ടില്ല. പക്ഷെ മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വ്യാപകമായി ആക്രമണങ്ങൾ നടക്കുന്നു. ആ ഭീതി വലിയ തോതിലുണ്ടാവുന്നുണ്ട്. പ്രശ്നപരിഹാരം ഇപ്പോഴും അകലെയാണ്. ട്രംപ് ഒന്ന് പറയും, മറ്റൊന്ന് മാറ്റി പറയും. അപ്പൊ ട്രംപിന്റെ ഒരു നിലപാടുകൾ അനുസരിച്ച് മാത്രമല്ല ഇസ്രയേൽ പോകുന്നത്. ഇസ്രയേലിന്റെ ട്രംപ് ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല, ഇറാന്റെ ഊർജ കേന്ദ്രങ്ങൾ ഇനി തൽക്കാലം ആക്രമിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഇസ്രയേൽ ഊർജ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തി. ആണവ കേന്ദ്രങ്ങളിൽ, ആണവ റിസർച്ച് നടക്കുന്ന, ഗവേഷണം നടക്കുന്ന കേന്ദ്രത്തിലടക്കം. അത് നമുക്ക് ഇവിടെ ഒരു യുദ്ധം ഒരു രാജ്യത്ത് മാത്രമല്ല, ആ രാജ്യത്തെ മാത്രമല്ല. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ പറഞ്ഞതുപോലെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് പശ്ചിമേഷ്യയിൽ. അതിനാൽ തന്നെ ഇന്ത്യയും കരുതലോടെ ഇരിക്കണം. കാരണം ഇവിടെ ഊർജ പ്രതിസന്ധി മാത്രമല്ല, രാസവളങ്ങള്, യൂറിയ അടക്കമുള്ളവ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഗൾഫ് മേഖലയിലൂടെയാണ്. ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് അവിടുന്ന് ആദ്യം വരുന്നത്. അപ്പൊ ഇത് കടന്നു വരാനായിട്ട് ഇപ്പം ശത്രു രാജ്യങ്ങൾ ഒഴികെ ആരെയും ആക്രമിക്കുന്നില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഹോർമൂസ് കടലിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നതിന്. പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധം 4ാമത്തെ ആഴ്ചയിലെത്തിയപ്പോഴും ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോഴും ഇറാന്റെ കൈവശമാണ് എന്നതാണ്. അതായത് ഇറാൻ ഇപ്പോഴും ഈ പ്രതിരോധിച്ച് നിൽക്കുന്നു പലതരത്തിൽ എന്നത് അമേരിക്ക ഉദ്ദേശിച്ചതുപോലെ അല്ല ഇസ്രായേൽ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ പോയിട്ടില്ല എന്നതിനും യുദ്ധം കൂടുതൽ നീളാനിടയാക്കുന്നു എന്നതിനും. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തലയൂരാൻ ട്രംപ് ആഗ്രഹിക്കുന്നു എന്നത് വളരെ കൃത്യമാണ്. കാരണം ട്രംപ് ഇടയ്ക്ക് ഇറാന്റെ തന്നെ എണ്ണകൾ, അസംസ്കൃത എണ്ണ കപ്പലുകളിൽ കയറ്റിയതും ഒക്കെ ആയത് വാങ്ങിക്കോളാൻ അടുത്ത മാസം 18-ാം തീയതി വരെ നീട്ടിക്കൊടുക്കുന്നു. അത് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇപ്പൊ അമേരിക്കയ്ക്കോ അല്ല ഇന്ത്യക്കോ ചൈനയ്ക്കോ ഒക്കെ കഴിയുന്നു. ഈ യുദ്ധം നടക്കുമ്പോഴും ഇറാൻ എണ്ണ വിൽക്കാൻ കഴിയുന്നു എന്നതും അതിന് അമേരിക്കയ്ക്ക് അനുമതി കൊടുക്കേണ്ട ഗതികേടുണ്ടാവുന്നു എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഈ യുദ്ധം പൊതുവെ വിനാശകരമായൊരു യുദ്ധം. അത് നമ്മുടെ മേഖലയിൽ ഇന്ത്യയും കേരളത്തെയും ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന, നമുക്ക് ഏറ്റവും അധികം വ്യാപാര, വാണിജ്യ, സാംസ്കാരിക ബന്ധങ്ങളുള്ള നമ്മുടെ പ്രവാസികൾ ഏറ്റവും അധികം 1 കോടിയോളം പ്രവാസികളാണ് ഈ രാജ്യങ്ങളിലുള്ളത്. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ 3.25 ലക്ഷത്തോളം പേര് ഇവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞു. അപ്പൊ അതുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നു. അത്തരത്തിലൊക്കെ ഈ യുദ്ധം പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് ലോകത്തിനും ഇന്ത്യക്കും. നമുക്കറിയാം, നമ്മുടെ അടുക്കളകളിൽ വരെ ബാധിച്ചു കഴിഞ്ഞു. നമ്മുടെ ഹോട്ടലുകൾ, ചായക്കടകളൊക്കെ അടച്ചു കഴിഞ്ഞു. LPG സിലിണ്ടറിന് ക്ഷാമമുണ്ട് എന്ന കാര്യം സംശയമില്ല. അപ്പോ
അതൊരു ഒരു ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പെട്രോളിന്റെ വില, പ്രീമിയം പെട്രോളിന്റെ വില 3.5 രൂപയോളം കൂട്ടി. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ രാജ്യത്താകെ പെട്രോൾ ഡീസൽ വിലകൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. പെട്രോൾ ഡീസൽ വിലകൾ ഉയർന്നാൽ അപ്പം തന്നെ മറ്റെല്ലാ ജീവിത ചെലവുകളും, ഭക്ഷ്യധാന്യങ്ങള്, പച്ചക്കറികള്, മീൻ, മത്സ്യം, ഇറച്ചി അടക്കമുള്ള എല്ലാം വില കൂടും. പിന്നെ ഈ രാജ്യത്ത് വിലക്കയറ്റം കൂടും, യാത്രാ ചെലവുകൾ കൂടും, അതുവഴി ജീവിത ചെലവുകൾ ഗണ്യമായി വീണ്ടും ഉയരും. ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, വലിയൊരു ആഘാതം നമ്മുടെ ഇന്ത്യ, കേരളത്തിൽ. കാരണം മലയാളികൾക്ക് ഏറ്റവും അധികമുള്ള പ്രവാസികളുള്ള മേഖലയിൽ, ഗൾഫ് മേഖലയിലാണ്, അറബ് മേഖലയിലാണ് നമുക്കിപ്പോ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. കാരണം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവര് അമേരിക്കയ്ക്ക് അനുവദിച്ച താവളങ്ങൾ ഇപ്പൊ അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുന്ന ഒരു വിരോധാഭാസമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിട്ടാനാണ് ഇപ്പൊ അമേരിക്ക ശ്രമിക്കുന്നത്. ഈ യുദ്ധത്തിന് മുമ്പ് ഹോർമൂസ് കടലിടുക്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, തുറന്നു കിടക്കുമായിരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ തന്നെ മാറിപ്പോയോ എന്ന് സംശയിക്കാവുന്ന രീതിയിൽ പ്രതിസന്ധി ലോകത്താകെ രൂക്ഷമാണ്. എന്തിന് യുദ്ധം തുടങ്ങി എന്ന് ചോദിച്ചാൽ അതിന് പോലും കൃത്യമായ ഉത്തരവില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്കറിയാം, ഒരു വഴിക്കൂടെ ഇത് ഹമാസിനെതിരെ ഗാസ മുനമ്പിലേക്ക് ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണവും ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളും ഒക്കെ അത് തുടർന്നുണ്ടായ 4 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം. ഇതിനിടയിലാണ് ഈ യുദ്ധം കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.